നമ്മൾ ഇത്രയും അതിനെ ശക്തിയിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ ജോലി അതിനെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭാവ രീതി അറിയുന്നതുകൊണ്ടാണ് നമുക്കതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത്. അല്ലാതെ അതിനെ പിടിച്ച് വലിച്ച് അത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ അതിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ തോട്ടിക്ക് കൊത്തിച്ചോ അങ്ങനെയൊക്കെ നിർത്താവുന്ന അത് താൽക്കാലികമേ ഉം, ഉള്ളൂ. ഉം, ഉം. അല്ലാതെ ഒരു വലിയൊരു ഉം, വിപത്തിലേക്ക് ഇത് ഉദ്ദേശിച്ച് പോകുന്നെങ്കിൽ അതിലൊന്നും അതെ, നിൽക്കത്തില്ല. വെറും ചെപ്പടി വിദ്യകളാണ് അതൊക്കെ. അത്രയേ ആ. ഉള്ളൂ. അത് താൽക്കാലികം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആനയെ അവിടെ കൊണ്ടുവന്ന് കെട്ടുന്ന സമയത്ത് ഇവനെ അടിച്ചിട്ടപ്പം ഈ ആന ഇവൻ്റെ അടുക്കലോട്ട് പോയപ്പം ഞാൻ കയറെ പിടിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് ചാടിപ്പോയതാ. അതിൽ ഞാൻ വീണു. പിന്നെ എന്നെ അങ്ങോട്ട് കുത്തു തുടങ്ങി. അവനെ രക്ഷപ്പെടുകയും ചെയ്തു. അവനൊന്നും പറ്റിയിട്ടില്ല. ഒരു ഈർക്കിലിനടിച്ച് കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ ആന എന്നെ തട്ടിയിട്ട് കുത്തി എൻ്റെ മസിൽസ് എല്ലാം അങ്ങ് ഉടഞ്ഞു. ഉടഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഈ 2 കൊമ്പും കയറി. ഈ വലത്തെ കൊമ്പ് ഈ വൈദ്യത്തിൽ കയറി, ഇടത്തെ കൊമ്പ് പുറത്തൂടെ കയറി. ഞാൻ കൊമ്പിൻ്റെ ഇടയ്ക്ക് ജാമായിപ്പോയി. ജാമായിട്ട് ആന ഇങ്ങനെ കൊണ്ട് നടന്നു.